ജെറമിയ അധ്യായം 47. ഫിലിസ്ത്യർക്കെതിരെ. ഫറവോ ഗാസ പിടിച്ചടക്കുന്നതിനു മുൻപ് ഫിലിസ്ത്യരെക്കുറിച്ച് ജെറമിയായ്ക്കു ലഭിച്ച കർത്താവിന്റെ അരുളപ്പാട്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ വടക്കുനിന്ന് ജലമുയരുന്നു, അത് കവിഞ്ഞൊഴുകുന്ന പ്രവാഹമായി തീരും. ദേശവും അതിലുള്ളവയും നഗരവും നിവാസികളും മുങ്ങിപ്പോകും. ജനങ്ങൾ നിലവിളിക്കും, ദേശവാസികളെല്ലാം വിലപിക്കും. അവന്റെ കുതിരകളുടെ കുളമ്പടിയും രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവവും കേട്ട് കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പിതാക്കന്മാർ ഓടുന്നു. അവരുടെ കരങ്ങൾ അത്ര ദുർബലമാണ്. ഫിലിസ്ത്യരെ ഉന്മൂലനം ചെയ്യുകയും ടൈറിലെയും സീദോനിലെയും അവരുടെ കൂട്ടാളികളെ വിച്ഛേദിക്കുകയും ചെയ്യുന്ന ദിനം വരുന്നു. കഫ്തോർ തീരത്ത് അവശേഷിച്ച ഫിലിസ്ത്യരെ കർത്താവ് നശിപ്പിക്കും. ഗാസ ശൂന്യമായി, അഷ്കലോൺ നശിച്ചിരിക്കുന്നു. അനാക്കിമിന്റെ അവശിഷ്ട ജനമേ, എത്ര നാൾ നിങ്ങൾ നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കും? കർത്താവിന്റെ വാളെ, നീ എന്ന് നിശ്ചലമാകും? നീ ഉറയിലേക്ക് മടങ്ങി നിശ്ചലമായിരിക്കുക. കർത്താവ് നിയോഗിച്ചിരിക്കെ അതെങ്ങനെ സ്വസ്ഥമാകും? അഷ്കലോണിനും സമുദ്രതീരത്തിനുമെതിരെ കർത്താവ് അതിനെ അയച്ചിരിക്കുന്നു. ജെറമിയ അധ്യായം 48. മൊവാബ്യർക്കെതിരെ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് മൊവാബിനെ കുറിച്ച് അരുളി ചെയ്യുന്നു, നെബോയ്ക്ക് ദുരിതം, അത് ശൂന്യമായിരിക്കുന്നു. അന്യാധീനമാകയാൽ കിരിയാത്തായും ലജ്ജിക്കുന്നു. കോട്ട അപമാനിതമായി, അത് തകർക്കപ്പെട്ടു. മൊവാബിന്റെ പ്രശസ്തി അസ്തമിച്ചു. ഹെഷ്ബോണിൽ വച്ച് അവർ ദുഷ്ടത നിരൂപിച്ചു. വരുക, ഒരു ജനതയാകാതെ നമുക്കവളെ വിച്ഛേദിക്കാം. ഭ്രാന്തന്മാരെ, നിങ്ങളും നിശബ്ദരാക്കപ്പെടും. വാൾ നിങ്ങളെ പിന്തുടരും. ഇതാ ഹൊറോണായിമിൽ നിന്ന് ഒരു വിലാപസ്വരം. ശൂന്യത, ഭീകരനാശം. മൊവാബ് നശിച്ചു. സോവാർ വരെ രോദനം മുഴങ്ങുന്നു. അവർ കരഞ്ഞുകൊണ്ട് ലൂഹിത്ത് കയറ്റം കയറുന്നു. ഹൊറോണായിം ഇറക്കത്തിൽ അവർ നാശത്തിന്റെ ആർത്തനാദം കേട്ടു. ഓടി രക്ഷപ്പെടുവിൻ, മരുഭൂമിയിലെ കാട്ടുകഴുതയെപ്പോലെ ഓടുവിൻ. കോട്ടകളിലും ധനത്തിലും നീ ആശ്രയിച്ചു, നീയും പിടിക്കപ്പെടും. കെമോഷ് ദേവൻ പ്രവാസിയാകും, ഒപ്പം അവന്റെ പുരോഹിതന്മാരും പ്രഭുക്കളും. കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരം തോറും സംഹാരകൻ വരും. ഒരു പട്ടണവും രക്ഷപ്പെടുകയില്ല. താഴ്വരകൾ തകർക്കപ്പെടും, സമതലങ്ങൾ നശിക്കും. മൊവാബിന് ചിറകു നൽകുവിൻ, അവൾ പറന്നു പോകട്ടെ. അവളുടെ നഗരങ്ങൾ ശൂന്യമാകും, അതിൽ ആരും വസിക്കുകയില്ല. കർത്താവിന്റെ വേലയിൽ അലസനായവൻ ശബ്ദൻ, വാളുകൊണ്ട് രക്തം ചൊരിയാത്തവൻ ശബ്ദൻ. മദ്യത്തിന്റെ മട്ടിൽ പുതഞ്ഞ മൊവാബ് യൗവനം മുതൽ സ്വസ്ഥമായിരുന്നു. പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് അത് പകർന്നില്ല, പ്രവാസത്തിലേക്ക് പോയതുമില്ല. അതിന്റെ രുചിക്കോ ഗന്ധത്തിനോ മാറ്റം വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, പകരുന്നവരുടെ കയ്യിൽ അത് ഞാൻ ഏൽപ്പിക്കും. അവർ ആ പാത്രങ്ങൾ ശൂന്യമാക്കും, ഭരണികൾ ഉടച്ചു കളയും. തങ്ങൾ പ്രത്യാശയർപ്പിച്ചിരുന്ന ബഥേലിനെ കുറിച്ച് ഇസ്രായേൽ ഭവനം ലജ്ജിച്ചതുപോലെ കെമോഷിനെക്കുറിച്ച് മൊവാബും ലജ്ജിക്കും. വീരന്മാരും ശക്തന്മാരുമായ യോദ്ധാക്കളാണെന്ന് നിങ്ങൾക്കെങ്ങനെ അഭിമാനിക്കാൻ കഴിയും? സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് അരുളി ചെയ്യുന്നു, മൊവാബിന്റെയും അവന്റെ നഗരങ്ങളുടെയും സംഹാരകൻ വന്നെത്തിയിരിക്കുന്നു. അവന്റെ യുവാക്കളിൽ വീരന്മാർ വധത്തിനേൽപ്പിക്കപ്പെടുന്നു. മൊവാബിന്റെ നാശം സമീപിച്ചു, അവന്റെ യാതന പാഞ്ഞെത്തുന്നു. അവന് ചുറ്റുമുള്ളവരെ, അവന്റെ നാമം അറിയുന്നവരെ, അവനെ ഓർത്തു വിലപിക്കുവിൻ. അവന്റെ ശക്തവും ശ്രേഷ്ഠവുമായ ചെങ്കോൽ തകർന്നല്ലോ. ദീബോൻ നിവാസികളെ, ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വരുക, വരണ്ടു വിണ്ട നിലത്തിരിക്കുക. മൊവാബിന്റെ സംഹാരകൻ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു. അവൻ നിങ്ങളുടെ കോട്ടകൾ തകർത്തു കളഞ്ഞു. അരോവേർ നിവാസികളെ, വഴിയരികിൽ വന്ന് ചുറ്റും നോക്കുക. പലായനം ചെയ്യുന്നവനോടും ഓടി രക്ഷപ്പെടുന്നവളോടും എന്തു സംഭവിച്ചെന്ന് ആരായുക. മൊവാബ് തകർന്നു, അവൾ അപമാനിതയായിരിക്കുന്നു. അതിനാൽ വിലപിച്ചു കരയുക. മൊവാബ് ശൂന്യമായെന്ന് അർനോൺ തീരത്ത് വിളിച്ചു പറയുക. പീഠഭൂമി, ഹോളോൺ, ജാഹ്സ, മെഫാത്ത്, ദീബോൻ, നേബോ, ബദ്ദിബ്ലാത്തായും കിരിയാത്തായും
ബദ്ഗാമുൽ, ബേത് മേയോൺ, കെരിയോത്ത്, ബൊസ്ര ഇവയുടെ മേൽ ന്യായവിധി വന്നിരിക്കുന്നു. അടുത്തും അകലെയുമുള്ള എല്ലാ മൊവാബ്യ നഗരങ്ങളുടെയും മേൽ ന്യായവിധി നിബന്ധിച്ചിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, മോവാബിന്റെ കൊമ്പ് വിച്ഛേദിക്കപ്പെട്ടു, കരം തകർന്നു. കർത്താവിനെതിരെ തന്നെത്താൻ ഉയർത്തിയതിനാൽ മൊവാബിനെ ഉന്മത്തനാക്കുക. അവൻ ഛർദിയിൽ കിടന്നുരുളട്ടെ, അവനും അവമാനിതനാകട്ടെ. ഇസ്രായേൽ നിനക്ക് നിന്ദാപാത്രമായിരുന്നില്ലേ? അവനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പുച്ഛിച്ചു തലയാട്ടാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിലായിരുന്നു. മൊവാബ് നിവാസികളെ, നഗരങ്ങൾ വിട്ടകലുവിൻ, പാറക്കെട്ടുകളിൽ വാസമുറപ്പിക്കുവിൻ, ഗുഹാപാർശ്വങ്ങളിൽ കൂടുകെട്ടി പ്രാവുകളെ പോലെ കഴിയുവിൻ. മൊവാബിന്റെ അഹംഭാവം ഞങ്ങൾ അറിയുന്നു. എന്തൊരഹങ്കാരം, എന്തൊരു നാട്യം, എന്തൊരു ഗർവ്! അവന്റെ ഔദ്ധത്യം ഞാൻ അറിയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, അവന്റെ പൊങ്ങച്ചവും പ്രവൃത്തിയും വ്യാജമാണ്. മൊവാബിനെക്കുറിച്ച് ഞാൻ വിലപിക്കുന്നു, മൊവാബ്യരെ ഓർത്ത് ഞാൻ നിലവിളിക്കുന്നു. കിർഹരസ്യരെ പ്രതി ഞാൻ ദുഃഖിക്കുന്നു. സിബ്മായുടെ മുന്തിരിവള്ളി, ജാസറിനെ ഓർത്ത് എന്നതിനേക്കാളേറെ ഞാൻ നിന്നെക്കുറിച്ച് വിലപിക്കുന്നു. നിന്റെ ശാഖകൾ കടൽ കടന്നു ജാസർ വരെ എത്തി. നിന്റെ വേനൽ കനികളെയും മുന്തിരിവിളകളെയും വിനാശകൻ ആക്രമിക്കുന്നു. ഫലസമൃദ്ധമായ മൊവാബിൽ നിന്ന് ആനന്ദവും ആഹ്ലാദവും പോയി മറഞ്ഞു. മുന്തിരിച്ചക്കിൽ നിന്ന് വീഞ്ഞ് ഒഴുകുന്നില്ല. ആർപ്പു വിളിയോടെ ആരും ചക്ക് ചവിട്ടുന്നില്ല. ആർത്തനാദമാണ് ഉയരുന്നത്. ഹെഷ്ബോണും എലയാലെയും നിലവിളിക്കുന്നു. യാഹാസ് വരെ അവരുടെ ശബ്ദം മുഴങ്ങുന്നു. സോവാർ മുതൽ ഹൊറോണായിയും എഗ്ലാത്ത് ഷെലിഷിയ വരെയും അത് കേൾക്കുന്നു. നിമ്രീം ജലാശയങ്ങളും ശൂന്യമായിരിക്കുന്നു. മൊവാബിലെ പൂജാഗിരികളിൽ ബലിയർപ്പിക്കുകയും ധൂപാർപ്പണം നടത്തുകയും ചെയ്യുന്നവർക്ക് ഞാൻ അന്ത്യം വരുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ഹൃദയം ഓടക്കുഴലെന്ന പോലെ കിർഹരസ്യരെയും മൊവാബ്യരെയും ഓർത്ത് വിലാപസ്വരം ഉതിർക്കുന്നു. അവരുടെ സമ്പത്ത് നശിച്ചല്ലോ. എല്ലാവരും ശിരസ് മുണ്ഡനം ചെയ്തു, താടി ക്ഷൗരം ചെയ്തു, കരങ്ങൾ വ്രണപ്പെടുത്തി, അരയിൽ ചാക്കൊടുത്തു. മൊവാബിന്റെ പുറമുകളിലും ചന്തസ്ഥലങ്ങളിലും വിലാപമല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല. എന്തെന്നാൽ ആർക്കും വേണ്ടാത്ത പാത്രമെന്ന പോലെ മൊവാബിനെ ഞാൻ ഉടച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, മൊവാബ് നിശേഷം നശിച്ചു. അവർ എത്ര വിലപിക്കുന്നു! മൊവാബ് ലജ്ജിച്ചു പിന്തിരിയുന്നു. ചുറ്റുമുള്ള ആളുകളിൽ നിന്ദയും ഭീതിയും ഉളവാക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, കഴുകനെ പോലെ അതിവേഗം ഒരാൾ പറന്നുവരും. അവൻ മൊവാബിനെതിരെ ചിറകുവിടർത്തും. നഗരങ്ങൾ അവന് അധീനമാകും, കോട്ടകൾ പിടിക്കപ്പെടും. ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ മൊവാബിലെ വീരന്മാർ വേദനിക്കും. മൊവാബ് നശിക്കും, അതൊരു ജനതയല്ലാതാകും. അവൻ കർത്താവിൻ്റെ മുൻപിൽ തന്നെത്താൻ ഉയർത്തിയല്ലോ. മൊവാബ്യരെ, നിങ്ങളുടെ മുൻപിൽ ഇതാ ഭീതിയും കുഴിയും കെണിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഭീതിയിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്നവൻ കുഴിയിൽ പതിക്കും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽപ്പെടും. മൊവാബിന്റെ ശിക്ഷാവർഷത്തിൽ ഞാൻ ഇവ അവരുടെ മേൽ വരുത്തും. ഓടിപ്പോയവർ ഹെഷ്ബോണിന്റെ നിഴലിൽ ദുർബലരായി നിന്നു. ഹെഷ്ബോണിൽ നിന്ന് ഒരു തീ പുറപ്പെട്ടു, സീഹോന്റെ ഭവനത്തിൽ നിന്ന് ഒരു ജ്വാല. അത് മൊവാബിന്റെ നെറ്റിത്തടം തകർത്തു, കലാപകാരികളുടെ ശിരസ് തകർത്തു. മൊവാബേ, നിനക്ക് ദുരിതം! കെമോഷിന്റെ ജനം നിർജീവമായി. നിന്റെ പുത്രന്മാർ അടിമകളായി, നിന്റെ പുത്രിമാർ പിടിക്കപ്പെട്ടു. അവസാന നാളുകളിൽ ഞാൻ മൊവാബിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അതുവരെയായിരിക്കും മൊവാബിന്റെ ശിക്ഷ.